വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ സിലബിൾസ് എന്നുള്ള ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. എന്താണ് സിലബിൾ? എ സിലബിൾ ഈസ് എ യൂണിറ്റ് ഓഫ് സൗണ്ട്. സൗണ്ടിന്റെ ഒരു ചെറിയ ഘടകത്തിന് പറയുന്നതാണ് സിലബിൾ. സിലബിളുകൾ ചേർന്നതാണ് ഒരു വേർഡ്. ഒരു വേർഡ്, നമ്മൾ ഇംഗ്ലീഷ് വേർഡ് കിട്ടിയാൽ അതിനെ നമുക്ക് സിലബിൾസ് ആയി വേർതിരിക്കാവുന്നതാണ്. അപ്പൊ എന്താണ് ഈ സിലബിൾ? ഇറ്റ് ക്യാൻ ബി എ വവൽ. ഒരു വവൽ ആവാം. ഏതൊക്കെയാണ് വവൽസ്? എ, ഇ, ഐ, ഒ, യു. ഈ 5 വവൽസിനെയും വളരെ തറവായി മനസ്സിലാക്കുക. ഓർ വവൽസ് കമ്പൈൻഡ് വിത്ത് വൺ ഓർ മോർ കോൺസണൻസ്. അല്ലെങ്കിൽ ഒരു സിലബിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരേ ഒരു വവൽ ആവാം, അല്ലെങ്കിൽ വവൽ പ്ലസ് കോൺസണൻസും ആവാം. അങ്ങനെ അത് ബേസ് ചെയ്തുകൊണ്ട് സിലബിൾ തീരുമാനിക്കുന്നു. സിലബിൾ ചേർന്നതാണ് വേർഡുകൾ. സൺഡേ എന്നുള്ള ആ വേർഡ് നോക്കുക. അതില് 2 വവലുണ്ട്, യു ആൻഡ് എ. അതേപോലെ തന്നെ അതിൽ 2 സിലബിളുമാണ് ഉള്ളത്. പ്രൊനൗൺസിയേഷൻ നടക്കുമ്പോഴും നമ്മൾ 2 സൗണ്ട് ഡിഫറെന്റ് ആയിട്ട് തന്നെ പറയുന്നു. സൺഡേ, സൺഡേ. പേപ്പർ, അതിലും 2 വവലുണ്ട്. പ്രൊനൗൺസിയേഷൻ പേപ്പർ എന്നുള്ള ആ ഒരു 2 സിലബിൾ വെച്ച് തന്നെയാണ്. എന്നാൽ സിറ്റ് എന്ന് പറയുന്നത് ഒരു സൗണ്ടിൽ നമ്മൾ പറയുന്നു. സിറ്റ്, അവിടെ നമുക്ക് വേർതിരിക്കാനില്ല. കാരണം അതിൽ ഒരേ ഒരു സിലബിൾ തന്നെയുള്ളൂ. ഐ എന്നുള്ള ഒരേ ഒരു വവൽ തന്നെയുള്ളൂ. അത് ഒരു പ്രൊനൗൺസിയേഷനിൽ പറയണം, സിറ്റ്. അങ്ങനെ സിലബിൾസിന് നമുക്ക് മനസ്സിലാക്കാം. സിലബിഫിക്കേഷൻ. സിലബിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിവിഷൻ നടക്കുന്നത്? ദ പ്രോസസ് ഓഫ് ഡിവിഷൻ, ഡിവിഷനിങ് എ വേർഡ് on the basis of syllables. Words can be divided according to the number of syllables in them. അപ്പോൾ വേർഡ്സിന് നമുക്ക് വേർതിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എത്ര സിലബിൾ ഉണ്ട് ഒരു വേർഡിൽ എന്ന് നോക്കിക്കൊണ്ട് ഒരു വേർഡിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. Vowel sound A, I, O, U along with consonant is separated as one syllable. അപ്പോൾ ഒരു സിലബിളിൽ ഒരു കാര്യം നന്നായി മനസ്സിലാക്കുക. ഒരു സിലബിളിൽ വവൽ സൗണ്ട് നിർബന്ധമായി ഉണ്ടായിരിക്കും. ചില പ്രത്യേക എക്സംഷൻസ് ഉണ്ട്, പക്ഷെ സിലബിൾ എന്ന് വെച്ചാൽ അതിലൊരു വവൽ സൗണ്ട് ഉണ്ട്. ഒരു വവൽ മാത്രമായിട്ടുള്ള സിലബിളും ഉണ്ട്, അല്ലെങ്കിൽ വവൽ പ്ലസ് കോൺസണൻസ്, 1 or 2 കോൺസണൻസ്. അതാണ് ഒരു സിലബിൾ. അപ്പൊ നമ്പർ ഓഫ് സിലബിൾ ഈക്വൽസ് നമ്പർ ഓഫ് വവൽ. ഒരു വേർഡ് കിട്ടിയാൽ ആ വേർഡിൽ എത്ര വവൽ ഉണ്ടെന്ന് നോക്കുക. അത്രയും സിലബിൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. 1 syllable equals 1 vowel sound. Example, sun, sit, play. ഇതിലെല്ലാം തന്നെ ഒരേ ഒരു വവൽ തന്നെ ഉള്ളൂ. അതുകൊണ്ട് അതിൽ ഒരു സിലബിളേ ഉള്ളൂ. ആ പ്രൊനൗൺസിയേഷൻ ആ ഒരു വോയിസിൽ നമ്മൾ പറയും. സൺ, സിറ്റ്, പ്ലേ. സിലബിൾ 2 സിലബിൾ ആണെങ്കിലോ 2 വവൽ സൗണ്ട്. ഫാദർ, പേപ്പർ, പ്ലെയർ. അങ്ങനെ അതിലൊക്കെ നോക്കിയാൽ അറിയാം 2 വവൽ ഉണ്ട്. അത് 2 സിലബിൾ ആണ്. പ്രൊനൗൺസിയേഷൻ ചെയ്യുമ്പോഴും ആ 2 സൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. ഫാദർ, പേപ്പർ, പ്ലെയർ. 3 സിലബിൾ ആണെങ്കിലോ 3 വവൽ സൗണ്ട്. അപ്ലിക്കന്റ്, ഇന്റർവെൽ. അങ്ങനെ അതിലും എത്ര വവൽ ഉണ്ട് നോക്കുക, അത്രയും സിലബിൾ ഉണ്ടാവും. പ്രൊനൗൺസിയേഷൻ ചെയ്യുമ്പോഴും നമ്മൾ അത്രയും ആ ഒരു സൗണ്ടിൽ ഡിഫറൻസ് വരാറുണ്ട്. ബനാന എന്നുള്ള ഈ വേർഡ് നോക്കുക. ഇതില് എത്ര വവലുണ്ട്? 3. അതുപോലെ തന്നെ ഇതില് 3 സിലബിൾ തന്നെയാണ് ഉള്ളത്. ആ വേർതിരിവ് നോക്കി മനസ്സിലാക്കുക. എവിടെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ബാസ്കറ്റ് എന്ന വേർഡില് എത്ര വവലുണ്ട്? 2. അതേപോലെ തന്നെ ഇതില് 2 സിലബിൾ തന്നെയാണ് ഉള്ളത്. ബാസ് എന്ന് കഴിഞ്ഞ 1, അത് കഴിഞ്ഞിട്ട് വേറെ മറ്റു സിലബിൾ 2 സിലബിൾ. ബാസ്കറ്റ്, ബാസ്കറ്റ്. ബനാന. നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വേർതിരിവ് വരുന്നുണ്ട്. 3 സിലബിൾ. ഇത് അതിന്റെ സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിലബിളിന്റെ വേർതിരിവ്. റിവ്യൂ, അവിടെ നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നു 2 സിലബിൾ ആണെന്ന്. റിവ്യൂ. അതുപോലെ തന്നെ ഇതില് 2 സിലബിൾ തന്നെയാണ് ഉള്ളത്.
റീ എന്നുള്ളത് അത് അവിടെയുണ്ട് ഒരു വവൽ. പിന്നെ ഐ ഇ എന്നുള്ള രണ്ട് വവൽ ഒരുമിച്ച് നിൽക്കുന്നു, അതിന് ഒരു വോയിസ് ആണുള്ളത്, അതുകൊണ്ട് അത് ഒരു സിലബിളായി കണക്കാക്കപ്പെടും. അതുപോലെ തന്നെ ബോട്ട്, അവിടെയും രണ്ട് വവൽ ഓ എ ചേർന്ന് നിൽക്കുന്നു, അതിന് ഒരു സൗണ്ടാണ് ഉള്ളത്, വവൽ സൗണ്ടാണ് ഉള്ളത്, അതുകൊണ്ട് അതൊരു വൺ സിലബിൾ വേർഡാണ് ബോട്ട്. അത് ഒരു സൗണ്ടിലേ നമ്മളത് പറഞ്ഞു തീർക്കും, ബോട്ട്. ടേബിൾ എന്നുള്ളത് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നു, ടേബിൾ രണ്ട് സിലബിൾ ആണ്. അതുപോലെ തന്നെ അതിൽ രണ്ട് സിലബിൾ തന്നെയാണുള്ളത്. ടേ എന്ന് പറയുന്നവിടെ വെച്ച് ഒരു ഡിവിഷൻ നടക്കുന്നു, ടേബിൾ. ട്രൂലി, ഇതില് ഒരു വവ്വലേ ഉള്ളൂ എങ്കിലും LY, വൈയിൽ അവസാനിക്കുന്നവ ആ LY ചേർത്ത് ഒരു സിലബിളായി കണക്കാക്കപ്പെടുന്നു. ട്രൂലി ടു സിലബിൾ വേർഡാണ്. നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യുമ്പോൾ തന്നെ അതറിയും, ട്രൂലി, ട്രൂലി, ട്രൂലി. ക്യൂ, അത് വൺ സിലബിൾ ആണ്, പക്ഷെ അതിൽ എത്ര വവലുണ്ട്? 4. പക്ഷെ അതിനൊക്കെ കൂടി ഒരു സൗണ്ടേ ഉള്ളൂ വവലിന്റെ, അതുകൊണ്ട് തന്നെ ഇതൊരു വൺ സിലബിൾ വേർഡാണ് ക്യൂ. ഒരു സൗണ്ടിലേ നമ്മളത് പറയും ആ വേർഡ്, ക്യൂ. ലെറ്റർ, ഇതിൽ എത്ര വവലുണ്ട്? 2 ഉണ്ട്, അതുപോലെ തന്നെ 2 സിലബിൾ ആണ് ഇതിലുള്ളത്. പക്ഷെ ഡിവിഷൻ നടക്കുന്നത് എവിടെയാണെന്ന് നോക്കുക, ആ 2 ടീന്റെയും നടുവിൽ. ലെറ്റർ, ബട്ടർ, ബിറ്റർ തുടങ്ങിയ നിറയെ വേർഡ് ഉണ്ട്, 2 കോൺസണന്റ് ഒരേ ലെറ്റർ ഉള്ളത്. അപ്പൊ അതിന്റെ നടുവിൽ വെച്ചിട്ട് വേണം ഡിവിഷൻ നടക്കാൻ, സിലബിഫിക്കേഷൻ നടത്താൻ. ക്യാരറ്റ് എന്നുള്ളതിലത്തെ ഒരു 6 കഴിഞ്ഞത് ഡിവിഷൻ നടക്കണം. ഹോസ്പിറ്റൽ, അതിൽ എത്ര വവലുണ്ട്? 3 വവലാണുള്ളത്, OIA. അതേപോലെ തന്നെ 3 സിലബിൾ ഉണ്ട് ഹോസ്പിറ്റൽ. നമ്മൾ പറയുമ്പോഴും അതേ 3 ആ ഒരു സൗണ്ടാണ് നമുക്ക് വരുന്നത്, ഹോസ്പിറ്റൽ. കോൺവെർസേഷൻ, ഇതിൽ എത്ര വവലുണ്ട്? 1, O, 2, 3, 4, 5. പക്ഷെ ലാസ്റ്റ് TION എന്ന് വരുന്ന ആ ഒരു ഭാഗത്തിന് ഒരു സിലബിളായി കണക്കാക്കുന്നു എന്നുള്ള പോയിന്റ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. നിറയെ ഇംഗ്ലീഷ് വേർഡുകളുണ്ട് TION എന്നുള്ളതിൽ അവസാനിക്കുന്നവ, ഓർഗനൈസേഷൻ. അതുപോലെ നിറയെ വേർഡുകൾ TION അവസാനിക്കുന്നു, അത് ഒരു സെക്ഷൻ ആയിട്ട് ഒരു സിലബിളായി കണക്കാക്കുന്നു. കോൺവെർസേഷൻ 4 സിലബിൾ, പറയുമ്പോഴും അതുപോലെ തന്നെ കോൺവെർസേഷൻ, കോൺവെർസേഷൻ. ഇംഗ്ലീഷ്, ഇതില് 2 സിലബിൾ, ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്. സ്റ്റുഡൻറ്, അതും 2 സിലബിൾ. അതുപോലെ തന്നെ അതില് UE എന്ന 2 വവൽ തന്നെയാണ് ഉള്ളത്. ടീച്ചർ, അതിലും 2 സിലബിൾ. 2 വവൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്, EA, പക്ഷെ അവിടെ സൗണ്ട് ഒന്നിൻ്റെതാണ് എന്നുള്ളത് കൊണ്ട് അത് ഒന്നായി പരിഗണിക്കുന്നു. എഡ്യൂക്കേഷൻ, എത്ര ഡിവിഷനാണ് വന്നിരിക്കുന്നത്? എജ് എന്നുള്ളത് ഒരു സിലബിൾ, യു തനിയെ നിൽക്കുന്നു ഒരു സിലബിൾ ആയിക്കൊണ്ട്, എഡ്യൂക്കേഷൻ. പിന്നെ TION പറഞ്ഞു, അതൊരു സിലബിൾ ആണ് എപ്പോഴും. എക്സാമിനേഷൻ, എക്സ് എന്നുള്ളത് ഒരു സിലബിൾ, എക്സാമിനേഷൻ, അവിടെയും I എന്നുള്ള വവലിന് തനിയെ ഒരു സിലബിളായി നിൽക്കുന്നു അവിടെ, എക്സാമിനേഷൻ. അങ്ങനെ വേർതിരിക്കുന്നത് മനസ്സിലാക്കുക സിലബിളുകൾ.